ഈ വഹ്നി എന്ന് പറയുന്ന സിനിമയിൽ അതിൻ്റെ കഥ എഴുതി ആ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ ചെയ്ത ഒരാളെന്ന നിലയിൽ ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ കൂടി അതിൻ്റെ ഒരുപാട് കഷ്ടപ്പാടുകൾ നടത്തി എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ സിനിമ ഉണ്ടായത്, പിന്നീട് തിയേറ്ററിൽ റിലീസ്, ഈ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ്? ഞാൻ കഥ എഴുതി കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസറെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് ഒരു എനിക്ക് ഒരു പ്രൊഡ്യൂസറിനെ കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ അദ്ദേഹമായിട്ട് കഥ ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിലുള്ള മൂവിയാണ്. അങ്ങനെ ഞാൻ MJ സാറിനോട് സ്റ്റോറി പറയുകയും സാറിന് സ്റ്റോറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്നെ കൂടുതലും MJ സാറാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ പറയുക, എനിക്ക് പെട്ടെന്ന് അത് സ്ക്രിപ്റ്റ് നമ്മുടെ ലൊക്കേഷൻ കാണാൻ പോയത് സാറിനെ കൊണ്ട് ലൊക്കേഷൻ, സാധാരണ ക്യാമറാമാന്മാർ പോയി ലൊക്കേഷൻ കണ്ടിട്ടാണ് ലൊക്കേഷൻ ഫിക്സ് ചെയ്യുന്നത്. ഫണ്ടിൻ്റെ ആ ഒരു കുറവൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട ഈ ഫിലിം ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം സാറ് പറഞ്ഞ് നീ പോയി കണ്ടിട്ട് എനിക്ക് ലൈവ് സ്റ്റിൽ അയക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെയാണ് ഒറ്റപ്പാലം പോയി ഷൂട്ടൊക്കെ ഫിക്സ് ചെയ്ത് ലൊക്കേഷൻ സ്റ്റിൽസ് ഒക്കെ അയച്ചു കൊടുത്തിട്ട് ലൊക്കേഷൻ ഫിക്സ് ചെയ്യുന്നത്. പിറ്റേന്ന് ലൊക്കേഷൻ തലേദിവസം കണ്ടു, പിറ്റേന്ന് ഷൂട്ട് തുടങ്ങുമായിരുന്നു. അവർക്ക് വേണ്ട ഹോട്ടലുകളും എല്ലാം ഞാനാണ്. അപ്പോൾ ഒരു പെണ്ണിനെ കൊണ്ട് കഴിയാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത്ര ഓൾ ഇൻ ഓൾ ആയിട്ട് നമ്മൾ ചെയ്തു. പ്രൊഡ്യൂസർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ പൈസ കുറേ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ബസ്സിന് പോയിട്ട് ഒറ്റപ്പാലം ചെന്നിട്ട്, അമ്മ വീട് പാലക്കാടാണ്, അവിടെ നിന്ന് ഞാനൊരു വണ്ടി എടുത്തിട്ട് ഞാൻ പോയിട്ടാണ് പാടവരമ്പത്തൊരു വീടും ഒക്കെ തന്നെ കണ്ടുപിടിക്കുകയായിരുന്നു, ലൊക്കേഷനും ഒക്കെ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മോന് SRM കോളേജ് ശിവാജി ഗണേശൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിനിമാറ്റോഗ്രഫി ഡിസ്റ്റിങ്ഷനോടെ പാസ്സായ ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് സിനിമാറ്റോഗ്രാഫർ ആയതുകൊണ്ട് MJ സാറിന് മോൻ്റെ വർക്കുകളൊക്കെ കണ്ടും, പിന്നെ MJ സാറിന് അതിൻ്റെ ഗുരുവിനെ പോലെയായിരുന്നു മോന്. അപ്പോൾ സാറാണ് പറഞ്ഞത്, പിന്നെ ഞാനായിരുന്നു അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഈ മുഖം പൊള്ളി വിരൂപയായ സ്ത്രീ ശ്മശാനത്തിൻ്റെ ശവം ദഹിപ്പിക്കുന്ന ജോലി ചെയ്തുകൊണ്ട് തൻ്റെ കുടുംബത്തെ പുലർത്തുന്ന ഒരു തീവ്രമായ സബ്ജക്റ്റായിരുന്നു. അപ്പോൾ ഈ പ്രോസ്തറ്റിക് മേക്കപ്പ് ആയതുകൊണ്ട് ആക്ഷനും കട്ടും വിളിക്കുകയും ഞാനത് സീൻ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും ആ മേക്കപ്പ് മാൻ അത്ര ഒരു ഇതല്ലായിരുന്നു, നമ്മളോടൊരു താതാത്മ്യം പ്രാപിക്കാത്ത ഒരാളാണ്. അപ്പോൾ അയാൾക്ക് പിന്നെ അത് ഒട്ടിക്കാൻ ബുദ്ധിമുട്ട്, അത് പിന്നെ ശരിയാക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ വന്നപ്പോൾ സാറാണ് പറഞ്ഞത് ഹൈ റിസ്ക് ആണ്, അദ്വൈതിന് കൊടുക്കുക ഡയറക്ഷൻ, പ്രിയ അഭിനയിക്കുക മാത്രം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് അതിൽ ഡയറക്ഷൻ കുറച്ച് ദിവസം ചെയ്തിട്ട് ഞാൻ ആ മോന് കൊടുക്കുമായിരുന്നു. ആ തിയേറ്ററിൽ എത്തിച്ചതൊക്കെ മോനും പ്രൊഡ്യൂസർ സാറും കൂടെ കൂടിയിട്ടാണ്. ഇത് എത്ര നാളെടുത്തു ഈ ഒരു? അതൊരു സ്ക്രിപ്റ്റ് എഴുതി വെക്കാൻ തുടങ്ങിയിട്ട് ഒരു 8-9-10 വർഷത്തോളം ഈ സ്ക്രിപ്റ്റ് കൊണ്ട്. ഞാൻ ഇത് ഫെഫ്കയിൽ തിരക്കഥാ മത്സരത്തിൽ ഞാൻ മത്സരിച്ചിരുന്നു. അപ്പോൾ അത് അവസാന റൗണ്ട് എത്തിയപ്പോഴത്തേക്കും വേറെ ഒരു സ്റ്റോറിക്കാണ് അവർ തിരക്കഥാകൃത്തുക്കളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു തിരക്കഥാ മത്സരം വെച്ചതിൽ ഞാനിത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ MJ സാറിനോട് 2 സ്റ്റോറി പറഞ്ഞപ്പോൾ സാർ ഈ ഫെഫ്കയിലെ ഇതൊക്കെ കാണിച്ചു കൊടുത്തു. അവിടെ മത്സരിച്ചതിൻ്റെ ഇതൊക്കെ ഉണ്ട്, അവർ ഇതൊക്കെ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് അതൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞു ഇതല്ലേ നീ മത്സരിച്ചപ്പോൾ എന്നാൽ ഇത് ചെയ്യാം, മറ്റേത് പിന്നെ ചെയ്യാമെന്ന്. ഞാൻ 2ാമത്തെ സിനിമയിൽ സാറ് തന്നെ ക്യാമറ ചെയ്യാനിരുന്നപ്പോഴാണ് സാറിൻ്റെ വിയോഗം. അതെനിക്കൊരു വലിയ നഷ്ടമാണ്. കാരണം ഞാൻ ഏറ്റവും കണ്ട എന്താ പറയുക, കുലപതി, സിനിമാറ്റോഗ്രാഫി രംഗത്തെ കുലപതിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ നാച്ചുറൽ ലൈറ്റിൻ്റെ ഇതിൽ അദ്ദേഹം ഓരോ ഷോട്ടുകൾ എടുക്കുമ്പോൾ ഞാൻ വളരെ വിസ്മയം കൂറുന്ന കണ്ണുകളോടെ നമ്മൾ നോക്കി അത് നിന്നിട്ടുണ്ട്. കാരണം ആ ഒരു പുറത്തെടുക്കുന്ന ആ ഷൂട്ടിലൊക്കെ ഔട്ട്ഡോർ എടുക്കുമ്പോഴത്തേക്കും ആ ലൈറ്റിൻ്റെ ക്രമീകരണം എത്ര അനായാസമായിട്ടാണ് അദ്ദേഹം ലൈറ്റിൻ്റെ കയ്യാങ്കളി ഇല്ലാതെ ചെയ്യുന്ന, ഭയങ്കര അത്യുത്തമനായ ഒരു പ്രഗത്ഭനായ ഒരു സിനിമാറ്റോഗ്രാഫറായിരുന്നു അദ്ദേഹം. പോയത് ഒരു വല്ലാത്ത നഷ്ടം തന്നെയാണ് മലയാള സിനിമയ്ക്ക്. ഒരു പുതുമുഖമായിട്ട് സിനിമയിലേക്ക് വരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ? പുതുമുഖമായിട്ട് വരുന്നു എന്നതിന് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അതിൻ്റെ അകത്ത് അഭിനയിക്കാൻ വന്ന ഒരു നടി, അപ്പോൾ പ്രൊഡ്യൂസർ സാർ പറഞ്ഞതിലെന്തോ മിസ്റ്റേക്ക് വന്നത്, അവരാണ് അതിൻ്റെ അകത്തെ മെയിൻ ക്യാരക്ടർ എന്നായിരുന്നു അവർ ഉദ്ദേശിച്ചിട്ടെങ്ങാണ്ടാന്ന് തോന്നുന്നു വന്നപ്പം ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അവർ ചോദിച്ചു, MJ സാറിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ റോൾ അഭിനയിക്കാൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ സാറിൻ്റെയൊക്കെ മുമ്പിൽ സാർക്ക് എന്നെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാനൊന്ന് പതറിയെങ്കിലും ഞാൻ പറഞ്ഞു, എന്നെ സിസേറിയൻ ചെയ്ത് കീറിയെടുത്തതല്ല മാഡം, എൻ്റെ അമ്മ നൊന്ത് പ്രസവിച്ചതാണ്. അങ്ങനെ ഒരു മാതാവ് നൊന്ത് പ്രസവിച്ച ഒരു കുഞ്ഞിന് ഉള്ള ആർജവം, ആ ഒരു കഴിവ്, ആ ഒരു എന്താ പറയുക കപ്പാസിറ്റി, അല്ലെങ്കിൽ ആ ഒരു അമ്മയുടെ നേരിട്ട് അമ്മയുടെ പൊക്കിൽ കൂടി അതിങ്ങനെ മുറിച്ച് അമ്മ നൊന്ത് പ്രസവിച്ച ഒരു കുഞ്ഞ് തീർച്ചയായിട്ടും ഒരു കലാകാരിയായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരൊറ്റ വിൽ പവർ മതി, എനിക്ക് ആ ഒരു യോഗ്യത മതി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതെന്നെ ഭയങ്കര വേദനിപ്പിച്ചു. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല.
അങ്ങനെ അവർക്ക് ചെയ്യണം, അവർ ചെയ്തെങ്കിലേ അത് ആ സിനിമ ഇതാകുള്ളൂ, സിനിമയാകുള്ളൂ എന്നായിരുന്നു. അപ്പോഴും എനിക്ക് കോൺഫിഡൻസ് ഒന്നും ഒട്ടും ചോർന്നു പോയില്ല. വളരെ നന്നായിട്ട് തന്നെ എനിക്ക് പെർഫോം ചെയ്തു. IFFKയിലും പിന്നെ ടൊറൻറ്റോയിലും കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മോന് സിനിമാറ്റോഗ്രാഫർ കാർഡ് ഉണ്ടായിരുന്നു, മറ്റേ SRM കോളേജിൽ. അതുകൊണ്ട് മോൻ അതൊക്കെ എൻട്രി ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ അവന്, വിദ്യാർത്ഥികൾക്ക്. അങ്ങനെ അതിലൊക്കെ പോയി മത്സരിച്ചിട്ടാണ് തിയേറ്ററിൽ റിലീസായത് 2016. തിയേറ്റർ റിലീസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രോസസ്സ്? കൂടുതലും ചിത്രാഞ്ജലി പാക്കേജിലായിരുന്നു ചെയ്തത്. അപ്പം അവരുടെ തിയേറ്ററുകളിൽ കുറേ വന്നു, പിന്നെ അല്ലാത്ത തിയേറ്ററുകളിലും വന്നു. സിനിമാ മേഖലയിലുള്ള ആരെങ്കിലും ആ സിനിമയായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നോ? എന്തെങ്കിലും ആ സിനിമ കണ്ടതിന് ശേഷം? സിനിമാ മേഖലയിലുള്ളവർ കുറച്ച് പേര് കണ്ടു, പക്ഷെ അതങ്ങനെ ഒരു പെണ്ണ് ചെയ്ത സിനിമ എന്നുള്ള നിലയിലായിരിക്കാം ഒരു പക്ഷേ. സിനിമയൊക്കെ നന്നായിരുന്നു എന്ന് പറഞ്ഞെന്നല്ലാതെ അതിനൊരു പബ്ലിസിറ്റി കിട്ടിയിട്ടില്ല. യെല്ലോ ടൂത്തുകാരായിരുന്നു അതിൻ്റെ പോസ്റ്ററൊക്കെ ചെയ്ത്, അവർ കുറേ പബ്ലിസിറ്റി ഇതൊക്കെ കൊടുത്തെങ്കിലും ഒരു വലിയൊരു പബ്ലിസിറ്റിയിലേക്ക് അത് പോയില്ലെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരാജയം. സിനിമയുടെ ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നത് ഇപ്പം അതിൻ്റെ പബ്ലിസിറ്റി ആണെന്നാണോ തോന്നുന്നത്? പബ്ലിസിറ്റി ആണെന്ന് തോന്നുന്നില്ല. അതല്ല, നല്ല നല്ല സിനിമകൾ കാണാൻ ആൾക്കാർക്കൊരു ഈ അവാർഡ് ബേസ്ഡ് സബ്ജക്റ്റുകൾ മിക്കവാറും അവാർഡാണ് എന്ന് അവാർഡ് പോലത്തെ ഒരു സിനിമ, അങ്ങനെ ഒരു കാഴ്ചപ്പാട് കാണികൾക്കിടയിലുണ്ട്. പക്ഷെ അതിൻ്റെ സ്ക്രിപ്റ്റും സ്റ്റോറിയും തീംസും ഒക്കെ കണ്ടാലല്ലേ കണ്ടാലല്ലേ ഇത് വരുള്ളൂ, അതൊരു വരും. പിന്നെ എന്താ പറയുക, ഒരു പുതുമുഖം പിന്നെ സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ഒരാൾ അഭിനയിച്ചു എന്ന ഒരു എന്താ പറയുക, ഒരു ടോക്കും വന്നിട്ടുണ്ടാവാം, എനിക്കറിയില്ല. അങ്ങനെയായിരിക്കും. ഇനി അടുത്ത പദ്ധതി എന്താണ്? സിനിമ എന്തെങ്കിലും ഉണ്ടോ? അടുത്ത പദ്ധതി 70 തികയ്ക്കുകയാണ്. ഇപ്പം വൈദേഹിയുടെ മകൻ ഇപ്പം അടുത്ത മാസം ഷൂട്ടാണ്. അതൊരു ഹ്രസ്വചിത്രമാണ്. അത് കഴിയുമ്പം പതുക്കെ രണ്ടാമത്തെ മൂവി, ഞാൻ പറഞ്ഞില്ല MJ സാറ് ക്യാമറ ചെയ്യാമെന്ന് സ്ക്രിപ്റ്റ് കണ്ട് പറഞ്ഞ് ആ ഫിലിമിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നടക്കുകയാണ്. അതൊരു സീനിയർ മോസ്റ്റ് ഒരു ക്യാമറാമാനെ വെക്കണം എന്നാണ് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ വേണു സാറിൻ്റെ വീട്ടിൽ പോയിരുന്നു, പക്ഷേ വേണു സാർ ഇച്ചിരി ഭയങ്കര കാർക്കശ്യ സ്വഭാവമൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു ഭയമുണ്ട്. പിന്നെ നോക്കണം, അതുപോലെയുള്ള സീനിയർ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നാണ്. ന്യൂ ജനറേഷൻ സിനിമകളുടെ പ്രാധാന്യത, അല്ലെങ്കിൽ ന്യൂ ജനറേഷൻകാർക്കാണ് അവരെ ആസ്വദിക്കാനുള്ള സിനിമകളാണ് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞതിനൊരു ഉത്തരം കൂടിയാണ് ഇപ്പോൾ പറഞ്ഞത്. സീനിയർ മോസ്റ്റ് ഒരു ക്യാമറാമാനെ വെച്ച് ചെയ്യണം, ന്യൂ ജനറേഷൻ ക്യാമറാമാൻ അല്ലാതെ. അതാണ് എൻ്റെ ഒരു എങ്ങനെ ആ ന്യൂ ജനറേഷൻ അല്ലാത്ത സ്ക്രിപ്റ്റ് ഓൾറെഡി MJ സാർ വായിച്ച്, MJ സാർ മറ്റേത് കഴിഞ്ഞ് ഇത് ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ സ്ക്രിപ്റ്റെല്ലാം പക്കയാണ്. അത് എത്രയോ വർഷം 2016 സ്ക്രിപ്റ്റോ ഒക്കെയാണ്. ഒരു സൈക്കോ മൂവിയാണ് അത്. ഒരു സ്ത്രീ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇറ്റ് ഈസ് എ റിയൽ മൂവി. ഒരു മാനസികമായ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഒരു. ആ സിനിമയിൽ അഭിനയമാണോ സംവിധാനമാണോ? അഭിനയിച്ചുകൊണ്ട് സംവിധാനം ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ചലഞ്ചിങ് ആണ്. പലരും പറഞ്ഞു അഭിനയിച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് ഒരിക്കലും സംവിധാനം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് 22ഓളം ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് അഭിനയിച്ചുകൊണ്ട് സംവിധാനം ചെയ്തിട്ടാണ് എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയത്. ഒരു ഭാഗം ഞാൻ അഭിനയിക്കും, ബാക്കിയുള്ള കുറേ ആൾക്കാർക്ക് അവസരവും കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അഭിനയിച്ചുകൊണ്ട് തന്നെ ഡയറക്റ്റ് ചെയ്യും. ഏറ്റവും ആദ്യം വിലക്കിയത് എൻ്റെ മകനാണ്. പക്ഷെ അവർക്കൊക്കെ ഉള്ള ഉത്തരം ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അമ്മ ഏതെങ്കിലും ഒന്ന് ചെയ്യും, ഒന്നേ അഭിനയിക്കുക അല്ലേ സംവിധാനം. എനിക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല, അഭിനയിച്ചുകൊണ്ട് ഡയറക്റ്റ് ചെയ്യാൻ. അതിനുള്ള വഴികളാണ് ഈ 70 വർക്ക് ഞാൻ ചെയ്ത് സമൂഹത്തിൽ കാണിച്ചു കൊടുത്തത്. അപ്പോൾ അടുത്ത സിനിമ ഉടനെ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.